Hi students, 4th semester BSc Mathematics Module 3 Theory of Numbers in the second video. നമുക്ക് നോക്കാം. Wilson's theorem. WILSON ആണ് spelling. Statement: if P is prime, then P minus 1 factorial congruent to minus 1 mod P. ഇപ്പോൾ proof. P equal to 2 ആവുമ്പോൾ എണ്ണാൻ പറ്റും. കാരണം ആദ്യത്തെ പ്രൈം 2 അല്ലേ. ഇപ്പോൾ 2 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 ഫാക്ടോറിയൽ ആണ്. 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ 1 ആണ്. 1 എന്ന് പറയുന്നത് മോഡ് 2ൽ എന്താ -1 ആണ്. ഓക്കെ, അപ്പോൾ എന്താ -1 മോഡ് 2 എന്ന് പറയാം, വിച്ച് ഈസ് ട്രൂ. P equal to 3 ആകുമ്പോൾ 3 minus 1 ഫാക്ടർ, അതായത് 2 ഫാക്ടോറിയൽ. മോഡ് 3ൽ ഇതെന്താ 2 ഫാക്ടോറിയൽ 2 ആണ്, അപ്പോൾ -1 പറയാം. അപ്പോൾ the result is true for P equal to 2 and P equal to 3. Now take P greater than 3. അപ്പം നമുക്ക് എന്നാ പറയാം, നമുക്കത് ഇൻഡക്ഷൻ വഴി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ചെയ്തേക്കുന്ന കാര്യം നോക്കിയേ. സപ്പോസ് ദാറ്റ് എ ഈസ് any one of the p minus 1 positive integer 1, 2, 3 etc. p minus 1. Consider the linear congruence ax congruent to 1 mod p. Then GCD of a and p equal to 1. By the result, the linear congruence ax congruent to b mod n as a solution if and only if d divides b, where d equal GCD of a. If d divides b, then it has d mutually congruent solutions modulo n. അതായത് ഒരു റിസൾട്ട് ഉണ്ട്, എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എന്നിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും if and only if the GCD of a and n divide that b. If that division possible, then there are d mutually congruent solutions. അത് വെച്ചെന്താ എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയാം. കാരണം ജി സി ഡി 1 ആയതുകൊണ്ട്. കാരണം ജി സി ഡി ഡി ആണെങ്കിൽ ഡി സൊല്യൂഷൻ, ജി സി ഡി 1 ആയതുകൊണ്ട് യുണീക്ക് സൊല്യൂഷൻ. അതായത് there exists a unique solution a dash with 1 less than a dash less than or equal p minus 1 satisfying a into a dash congruent to 1 mod p. പി എന്ന് പറയുന്ന പ്രൈം ആയതുകൊണ്ട് എ കോൺഗ്രുവൻറ്റ് ടു എ ഡാഷ് if and only if എ ഈക്വൽ ടു 1 ഓർ എ ഈക്വൽ ടു പി മൈനസ് 1. കാരണം പിയുടെ ഫാക്ടേഴ്സ് എന്താ 1ഉം പിയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ റീസൺ ദ കോൺഗ്രുവൻസ് എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. എ സ്ക്വയർ മൈനസ് 1 എന്താ എ മൈനസ് 1 ഇൻറ്റു എ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി. അതായത് ഐദർ എ മൈനസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി, അതായത് എ ഈക്വൽ ടു 1, ഓർ എ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് പി, അതായത് എ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു പി മോഡ് പി. അപ്പോൾ എന്താ എ ഈസ് ഈക്വൽ ടു പി മൈനസ് 1 എന്ന് പറയാം. ഇഫ് we omit the number 1 and p minus 1, the effect is to group the remaining integers 2 തൊട്ട് p minus 1 വരെ into pairs a dash, where a not equal to a dash, such that their product a dash congruent to 1 mod p. When these p minus 3 congruences are multiplied together, the factors are rearranged 2 into 3 into etc. into p minus 2 congruent to 1 mod p. അതായത് എന്താ പറയുക, p minus 2 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 1 mod p. ഇനി രണ്ട് സൈഡിൽ p minus 1 മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ പറയാം, p minus 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു p minus 1 mod p, അതായത് -1 mod p. അപ്പം വിൽസൺസ് തിയറം അങ്ങനെ പ്രൂവ് ചെയ്യാം. ഇനി വിൽസൺസ് തിയറത്തിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്, അത് ഓർത്തോണം. ഇനി എക്സാമ്പിൾ p equal to 7. നമുക്കറിയാം 2 into 4 കോൺഗ്രുവൻറ്റ് ടു 1 mod 7 ആണ്, 3 into 5 കോൺഗ്രുവൻറ്റ് ടു 1 mod 7 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്താ കോൺഗ്രുവൻറ്റ് ടു 1 mod 7 ആണ്. അതെന്താ 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 1 mod 7 ആണ്. രണ്ട് സൈഡിൽ 6 ഇൻറ്റു ചെയ്തു, 6 എന്ന് വെച്ചാൽ കോൺഗ്രുവൻറ്റ് ടു -1. അപ്പോൾ ഇതെന്താ 6 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -mod 7 എന്ന് പറയാം.
ഇതല്ലേ വിൽസൺസ് തിയറം. p മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് p എന്ന് പറയാം. Find the remainder when 15 factor is divided by 17. വിൽസൺസ് തിയറം വെച്ചിട്ട് 17 മൈനസ് 1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 17. 16 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 17. 16 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 15 ഫാക്ടോറിയൽ ഇൻറ്റു 60. അപ്പോൾ 15 ഫാക്ടോറിയൽ ഇൻറ്റു 17 മൈനസ് 1 എന്ന് എഴുതി. അപ്പോൾ അതിനെ 17 ഇൻറ്റു 15 ഫാക്ടോറിയൽ മൈനസ് 15 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇനി നമുക്കറിയാം -50 ഇതെന്ന് വെച്ചാൽ എന്തുവാ 0 ആകും മോഡ് 17. ഇതെന്തുവാ -15 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1. അപ്പോൾ എന്താ 15 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 7 എന്നും പറയാം, 17 എന്ന് പറയാം. ക്വസ്റ്റ്യൻസ് ആണ്. Find the remainder when 2 into 26 factorial is divided by 29. Show that 18 factorial congruent to -1 mod 437. അപ്പോൾ 437 19 into 23 എന്ന് എഴുതാം. വിൽസൺസ് തിയറം p = 19 അപ്ലൈ ചെയ്യുമ്പം എനിക്ക് ഇങ്ങനെ പറയാം 19 ഡിവൈഡ് 18 ഫാക്ടോറിയൽ പ്ലസ് 1. ഇനി 23 അപ്ലൈ ചെയ്യുമ്പം 22 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 17 23. അപ്പം 18 ഫാക്ടോറിയൽ ആക്കാൻ വേണ്ടി അതിനെ എന്തോ 18 ഫാക്ടോറിയൽ ഇൻറ്റു 19 ഇൻറ്റു 20 ഇൻറ്റു 21 ഇൻറ്റു 22 എന്ന് എഴുതി. എന്നിട്ട് അതിനെ ഇങ്ങനെ എഴുതി, അതായത് മൾട്ടിപ്പിൾ ഓഫ് 23 ഇൻറ്റു ഈ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ 18 ഫാക്ടോറിയൽ ഇൻറ്റു ഇതിനെ എന്തോ പറയാം മൾട്ടിപ്പിൾ ഓഫ് 23. അതെന്ന് പറയുന്നത് എന്തുവാ ഓപ്പൺ ചെയ്തു 18 ഇൻറ്റു ഇത് പ്ലസ് 24 ഇൻറ്റു 18 കോൺഗ്രുവൻറ്റ് -1 മോഡ് 23. അപ്പം ഇങ്ങനെ പറയാം. രണ്ട് സൈഡിലും +1 ചെയ്തു ഇങ്ങനെ പറയാം. അപ്പം എന്താ നമുക്കറിയാം 23 കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 23. 2ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്നാ കിട്ടി ഇങ്ങനെ ചെയ്തു 24 ഡിവൈഡ് 18 ഫാക്ടോറിയൽ പ്ലസ് 1. ഇത് 4 ആണ്. ഇക്വേഷൻ 1ഉം അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 19 ഇൻറ്റു 24 ഡിവൈഡ്സ് 18 ഫാക്ടോറിയൽ പ്ലസ് 1. അപ്പം വേണ്ടുന്ന കാര്യം നമുക്ക് കിട്ടി. ഇനി വിൽസൺസ് തിയറത്തിൻ്റെ കോൺവേഴ്സും ട്രൂ ആണ്. അതായത് n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് n ആണെങ്കിൽ n പ്രൈമും ആയിരിക്കും. അപ്പം അത് പ്രൂവ് ചെയ്തേക്കാം. നോക്കി അസ്യൂം ദാറ്റ് n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് n. ഇനി n പ്രൈം അല്ലെന്ന് വിചാരിച്ചു. n പ്രൈം അല്ല എങ്കിൽ n ഹാസ് എ ഡിവൈസർ d വിത്ത് 0 ലെസ് ദാൻ d ലെസ് ദാൻ. പ്രൈം അല്ലെങ്കിൽ 1നും n-നും ഇടയ്ക്ക് ഒരു ഡിവൈസറെങ്കിലും കാണും. സിൻസ് d ലെസ് ദാൻ n-1 d occurs as one of the factors in n-1 ഫാക്ടോറിയൽ. ഇനി d ഡിവൈഡ്സ് n-1 ഫാക്ടോറിയൽ ആയതുകൊണ്ട് n-1 ഫാക്ടോറിയലിന് എന്താ പറയുക കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് n ആണ്. n ഡിവൈഡ് n-1 ഫാക്ടോറിയൽ പ്ലസ് 1. ഇങ്ങനെ നമുക്ക് d ഡിവൈഡ്സ് 1 എന്ന് പറയാം, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അതുകൊണ്ട് n പ്രൈം ആണെന്ന് പറയാം. തിയറം ആൻ ഇൻറ്റിജർ n ഈസ് പ്രൈം if and only if n-1 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ്. അതായത് വിൽസൺസ് തിയറം അതിൻ്റെ കോൺവേഴ്സ് കൂടെ എഴുതുകയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് രണ്ടും കൂടെ എഴുതാം കേട്ടോ. ഡെഫിനിഷൻ: A quadratic congruence is a congruence of the form ax square plus bx plus c congruent to 0 mod n with a not equal to 0, a not congruent to 0 mod n. Quadratic congruence എന്ന് വെച്ചാൽ എന്താണ്? ax square plus bx plus c congruent to 0 mod n with a not congruent to 0 mod n. Theorem: Quadratic congruence x square plus 1 congruent to 0 mod p, where p is an odd prime, has a solution if and only if p congruent to 1 mod 4. അപ്പോൾ ഹാസ് എ സൊല്യൂഷൻ. അപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ട്, എ ബി എ സൊല്യൂഷൻ എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ എക്സിൻ്റെ അവിടെ എ ഇട്ട് കൊടുത്തു. അപ്പോൾ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് പി എന്ന് പറയാം, കാരണം ഈ 1 ഇപ്പുറത്ത് വരുമ്പോൾ -1. ഇനി പി ഡസ് നോട്ട് ഡിവൈഡ് എ ആയതുകൊണ്ട് 1 equal to 1 congruent to a raised to p minus 1 which equal to a raised to 2 into p minus 1. അതായത് 2 ഇൻറ്റു ചെയ്ത് ഡിവൈഡ് ചെയ്തു. അതിനെ എ സ്ക്വയർ റേസ് ടു ഇങ്ങനെ എഴുതി. ഇനി എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ടു -1 അല്ലേ, അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് -1 ഇങ്ങനെ എഴുതി.
ഇങ്ങനെ ആകണമെങ്കിൽ ദ പോസിബിലിറ്റി ദാറ്റ് പി ഈക്വൽ ടു 4k + 3 ഫോർ സം k p ഈക്വൽ ടു k + 3 ആണെങ്കിൽ ഇക്വേഷൻ 1 തന്നെ വരും. p ഡിവൈഡ് 2 വിച്ച് ഈസ് എ കോൺട്രിബ്യൂഷൻ. അതുകൊണ്ട് എന്തുവാ p എന്ന് പറയുന്നത് 4k + 3 വരത്തില്ല. അപ്പോൾ എന്തോ 4k + 1 ആകത്തേ ഉള്ളൂ. അപ്പോൾ എന്താ p കോൺഗ്രുവൻ്റ് ടു 1 mod 4 എന്ന് പറയാം. ഇനി കോൺവേഴ്സ്ലി വി ഹാവ് ഷോ ദാറ്റ് p ഈസ് ആൻ ഓഡ് പ്രൈം വിത്ത് p കോൺഗ്രുവൻ്റ് ടു 1 mod 4. അതായത് p എന്ന് പറയുന്നത് 4k + 1. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നോക്കി p - 1 ഫാക്ടോറിയൽ എന്താ പറയുക 1 × 2 × എക്സെട്ര p - 1 1 × 2 × എക്സെട്ര എന്താ പറയുക p - 1/2 p + 1/2 എക്സെട്ര p - 1 എന്ന് പറയാം. ഇനി p - 1 കോൺഗ്രുവൻ്റ് ടു -1 mod p ആണ്. p - 2 കോൺഗ്രുവൻ്റ് ടു -2 mod p ആണ് എക്സെട്ര. p - 3 കോൺഗ്രുവൻ്റ് ടു -3 mod p എക്സെട്ര. p + 1/2 കോൺഗ്രുവൻ്റ് ടു -p - 1/2 mod p. ഇനി p - 1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തു, കോൺഗ്രുവൻ്റ് ടു ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്തു. അപ്പം വിൽസൺ തിയറം വെച്ചിട്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം. ഓയിലർ ഫൈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് φ ഓഫ് n എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പഠിച്ചോണേ പാർട്ടി ചോദിക്കും. ഫോർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 the Euler phi function phi n denoted the number of positive integer less than n and relatively prime to n. phi of n എന്ന് വെച്ചാൽ number of positive integers less than n and relative prime to n. ഓക്കെ, phi of n എന്ന് വെച്ചാൽ n - 1 ആവും if and only if n prime. അതൊരു റിസൾട്ടാണ്. if n is a prime number then every integer less than n is relatively prime to n. അതായത് phi of n ഈക്വൽ ടു n - 1 ആവും. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യാം. ഇഫ് ആൻഡ് ഓൾ ഇഫ് എന്നല്ലേ പറഞ്ഞത്. n ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, അതായത് പ്രൈം അല്ല. അപ്പോൾ n-ന് 1-നും n-നും ഇടയ്ക്ക് ഒരു ഡിവൈസർ കാണും d. അപ്പോൾ there are at least 2 integers among 1, 2, 3 etc. n that are not relatively prime to n, namely d and n. phi of n less than or equal to n - 1. phi of n എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു n - 1 ആണ്. if n is not prime ഇങ്ങനെ പറയാം. Considering the contrapositive statement we write phi of n is equal to n - 1 then n is prime. അപ്പോൾ നോക്കി പ്രൈം ആണെങ്കിൽ phi of 5 എന്ന് വെച്ചാൽ 4, phi of 17 എന്ന് വെച്ചാൽ 17 - 1 60, phi of 23 എന്ന് വെച്ചാൽ 23 പ്രൈം ആയതുകൊണ്ട് 23 - 1 22 എന്ന് പറയാം. നെക്സ്റ്റ് തിയറം. if p is prime and k greater than 0 then phi of p raised to k equal to p raised to k minus p raised to k minus 1. അതായത് p raised to k കോമൺ എടുത്താൽ p raised to k into 1 minus 1/p എന്ന് പറയാം. ക്ലിയർലി GCD of n and p raised to k 1 ആണ്. അതിൽ നിന്ന് എന്താ പറയാം, if and only if p does not divide n. There are p raised to k minus 1 integers between 1 and p raised to k divisible by p, namely p, 2p, 3p etc. p raised to k minus 1 p. Then the set 1, 2, 3 etc. p raised to k contains exactly p raised to k minus p raised to k minus 1 integers that are relatively prime to p raised to k. അപ്പോൾ എന്നാ പറയാം, p raised to k എന്ന് പറയുന്നത് p raised to k minus p raised to k minus 1 എന്ന് പറയാം. അതായത് 5 of 32. ഈ നമ്പേഴ്സ് ഇതൊക്കെ എ പാർട്ടി ചോദിക്കുമേ. അപ്പോൾ 2 raised to 5 ആയതുകൊണ്ട് 2 raised to 5 into 1 minus 1/2 എന്ന് പറയാം. lemma given integers a, b, c, gcd of a comma b, c equal to 1 if and only if a comma b c ആണ്, gcd of a b equal to 1 and gcd of a c equal to 1. suppose that gcd of a comma b c equal to 1. put d is equal to gcd of a b. അപ്പോൾ d divides a യും d divides b ആണെന്നല്ലോ. അപ്പം d divides a എന്നും d divides b ആയതുകൊണ്ട് d divides b c എന്നും പറയാം. അപ്പോൾ എന്താ പറയുക, GCD of a, b, c ലെസ് ദാൻ ഓർ ഈക്വൽ ടു d എന്ന് പറയാം. വിച്ച് ഈസ് നോട്ട് പോസിബിൾ. കാരണം എന്തുവാ 1 ആണെന്ന് അസ്യൂം ചെയ്തത്, അതുകൊണ്ട് d 1 ആണ്. അപ്പോൾ എന്താ പറയാം, GCD of AC അതേപോലെ 1 ആണെന്ന് പറയാം.
കോൺവേഴ്സ്ലി എ ബിയുടെ ജി സി ഡിയും എ സിയുടെ ജി സി ഡിയും 1 എന്നെടുത്തു. എ ബി സിയുടെ ജി സി ഡി D1 എന്നെടുത്തു. അപ്പോൾ D1 ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. D1 ഡിവൈഡ്സ് ബി സി ആയതുകൊണ്ട് എന്താ പറയുക, D1 ഡിവൈഡ് ബി സി അതൊരു പ്രൈം ഡിവൈസർ ആയിരിക്കും P. അപ്പോൾ P ഡിവൈഡ് ബി സി ആണെങ്കിൽ P ഡിവൈഡ് ബി അല്ലെങ്കിൽ P ഡിവൈഡ് സി. P ഡിവൈഡ് ബി ആണെങ്കിൽ ജി സി ഡി ഓഫ് എയും ബിയും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു പി ആവും, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ, കാരണം 1 എന്നാണ് എടുത്തത്. അതേപോലെ തന്നെ P ഡിവൈഡ് സി എന്ന് എടുത്താൽ ഇതേ കോൺട്രഡിക്ഷൻ എത്തും. അപ്പം ജി സി ഡി ഓഫ് എ കോമ ബി സി എന്തുവാ ഈക്വൽ ടു 1 എന്ന് കിട്ടും. D1 അവിടെ 1 എന്ന് പറയും. ഇനി ഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഫൈ ഓഫ് എം എൻ എന്ന് വെച്ചാൽ ഫൈ ഓഫ് എം എ ഇൻറ്റു ഫൈ ഓഫ് എൻ എന്ന് പറയാം. വേറെ എം ആൻഡ് എൻ ഹാവ് നോ കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ ഒന്നും ഇല്ല എങ്കിൽ കണ്ടോ, ഫൈ ഓഫ് 4 ഇൻറ്റു 5നെ ഫൈ ഓഫ് 4 ഇൻറ്റു ഫൈ ഓഫ് 5 എന്ന് പറയാം. അതിൻ്റെ ജനറൽ ഒരു കേസായി എഴുതി വെച്ചേക്കുന്നു. പ്രൂഫും മേളിൽ പറഞ്ഞ രീതിയിൽ ഇൻഡക്ഷൻ ഓഫ് ആർ ഉപയോഗിച്ച് ചെയ്യുന്നു. ആർ ഈക്വൽ ടു 1ൻ്റെ കാര്യം, ആർ ഈക്വൽ ടു ഐയുടെ കാര്യം അസ്യൂം ചെയ്യുന്നു, ആർ ഈക്വൽ ടു ഐ പ്ലസ് 1ൻ്റെ കാര്യം പ്രൂവ് ചെയ്യുന്നു. ഇനി ഫൈ ഓഫ് എൻ എപ്പോഴും ഈവൻ ആയിരിക്കും. n ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഫൈ ഓഫ് എൻ എപ്പോഴും ഈവൻ ആയിരിക്കും. അപ്പോൾ n ഈസ് എ പവർ ഓഫ് n. അപ്പോൾ n എന്ന് വെച്ചാൽ 2 റൈസ് ടു k. അപ്പോൾ n 2 റൈസ് ടു k ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഫൈ ഓഫ് n ഇൻറ്റു 2 റൈസ് ടു kയുടെ ചെയ്യുമ്പം ഇങ്ങനെ കിട്ടും. അതൊരു ഇൻറ്റിജർ നമ്പറാണ്. ഇനി പവർ അല്ല എങ്കിൽ 2ൻ്റെ പവർ അല്ല എങ്കിൽ അത് ഏതെങ്കിലും ഒരു ഓഡ് പ്രൈം അതിനകത്ത് കാണും. അപ്പോൾ n ഈസ് ഓഫ് ദ ഫോം p റൈസ് ടു k ഇൻറ്റു m വേർ k ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ജി സി ഡി ഓഫ് പി കെ കോമ m ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ എന്നാ പറയാം, ഇങ്ങനെ പറയാം. ഇനി പി പ്രൈം ആണെങ്കിൽ ഓഡ് പ്രൈം ആണെങ്കിൽ p മൈനസ് 1 ഈവനാണ്. അപ്പോൾ 2 ഡിവൈഡ് p മൈനസ് 1 എന്ന് എപ്പോഴും പറയും. അപ്പോൾ അങ്ങനെ ഈവനാന്ന് പറയാം. അങ്ങനെ വെച്ച് ഇത് ചെയ്യാം. ക്വസ്റ്റ്യന് എളുപ്പമാണ്. ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻ എ പാർട്ടി ചോദിക്കാമേ. 2 റിസൾട്ടും ഉണ്ട്. അങ്ങനെ അത് പഠിക്കാം.